ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം ആയിരുന്നു ഇന്ന് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെ വന്ന ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അത്. എങ്ങനെ പോയാലും എനിക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ പാർട്ട് എയിലെ തിയറീസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റിംഗ് എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബിൻ കാർഡ് ചോദിച്ചിട്ടുണ്ട്, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ABC അനാലിസിസ് ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞുള്ളൂ. അത് പഠിക്കാതെ പോകരുത്, അത് ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ വന്നിട്ടുണ്ട്. അതിൽ ടൈം കീപ്പിംഗ്, ടൈം ബുക്കിംഗ് പഠിക്കാൻ പറയുന്നു. ടൈം കീപ്പിംഗ് ചോദിച്ചിട്ടുണ്ട്. MHR മെഷീൻ അവർ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓവർ ടൈം, റിട്ടൻഷൻ മണി, കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചു. ബഡ്ജറ്റ് പ്രത്യേകം നല്ല പഠിക്കാൻ പറഞ്ഞാണ്, അതും ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മെറ്റീരിയൽ കോസ്റ്റിംഗ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പാർട്ട് ചെയ്ത് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ പാർട്ട് ബി ഈസ് വെരി വെരി ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ഡിഫറൻസ് അത് വേണമെങ്കിൽ എഴുതാം. അതുപോലെ ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഡിഫറൻസ് പഠിച്ചിട്ട് പോകണം. 10 മാർക്കിന് ചോദിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തിയറി, ബാക്കി 2 തിയറീസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രോബ്ലം നല്ല എളുപ്പമുള്ള പ്രോബ്ലം ആയിരുന്നു. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനല്ലേ ചോദിച്ചേക്കണേ. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് വേജസ് ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഫാക്ടറി എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് കോസ്റ്റ് പ്രൊഡക്ഷൻ കിട്ടും. പിന്നെ സുഖമല്ലേ, പ്രോഫിറ്റ് 20% എന്ന് പറയുമ്പോൾ കിട്ടിയ ആൻസർ ഇൻറ്റു 20/80 ചെയ്താൽ പ്രോഫിറ്റ് കിട്ടി. അവിടെ കൂട്ടുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഒരു പകുതി വരെ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കൊരു 3-4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അടുത്തത് റീ ഓർഡർ ലെവൽ, മാക്സിമം ലെവലും. ഇനി ഞാൻ പറഞ്ഞു മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അത് ഞാൻ പറഞ്ഞ ആ ഒരു 3 ഇവരുടെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതും വന്നിട്ട് കോസ്റ്റ് ഷീറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മിനിമം ലെവൽ, റീ ഓർഡർ ലെവൽ, മാക്സിമം ലെവലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിന് നമുക്ക് അടുത്ത ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിച്ചത് ഫിഫോ മെത്തേഡാണ് അല്ലേ. ഫിഫോയും സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഹാൽസേ പ്ലാൻ T/R+50/100 TS/R ആ ഇക്വേഷൻ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് 3 വർക്കറിന് കിട്ടും അല്ലേ. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, കാരണം അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു 10 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോഴും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു. അതായത് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷനാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വെറുതെ നമ്മൾ ഓരോന്നിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ വീതിച്ച് കൊടുത്താൽ മതി. ടോട്ടൽ ചെയ്യുക, നമുക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 2 തിയറി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അത് എളുപ്പമായിരുന്നു. കോൺട്രാക്ട് കോസ്റ്റിംഗ് അതിൻ്റെ കാൽക്കുലേഷനാണ് ചോദിച്ചേക്കണേ. അതുപോലെ കോസ്റ്റിംഗ് എന്താണ്, കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് essay ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 25ാമത്തെ പ്രോസസ്സ് വരയ്ക്കാൻ നിങ്ങൾക്ക്. പ്രോസസ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ വർഷത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനാണ് കേട്ടോ. ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. എല്ലാവരും നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഈ എക്സാം കഴിഞ്ഞു, അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്